Hi everyone. Today we will be going to deal with statements in C++. Previous sections we have studied what are data types and what are operators etc. So ഇന്ന് നമുക്ക് ഈ ഫസ്റ്റ് മോഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷൻ ഫെമിലറൈസ് ആവാം, ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++. സോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഐദർ ഇറ്റ് ക്യാൻ ബി സിമ്പിൾ ഓർ ഇറ്റ് ക്യാൻ ബി കോമ്പൗണ്ട്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം നിങ്ങൾക്ക് കാണാം കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതാറുണ്ട്, ലൈക്ക് ഹാഷ് ഇൻക്ലൂഡ് iostream.h, പിന്നെ യൂസിങ് നെയിം സ്പേസ് std, ദെൻ void main. സോ അങ്ങനെ ഓരോ സെൻറ്റൻസസ് പറയുന്നത് ദേ ആർ കോൾഡ് ആസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ എ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഐദർ സിമ്പിൾ ഓർ കോമ്പൗണ്ട്. അതായത് ചെറുതായിട്ട് സിമ്പിളായിട്ടുള്ള രീതിയിലും എഴുതാം, അതല്ല ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പം അതിനെ കോമ്പൗണ്ടായിട്ട് നമുക്ക് express ചെയ്യാനും പറ്റും. So basically you can see the second point, a simple C++ statement is each of the individual instruction of a program. ഒരു പ്രോഗ്രാമിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് യു സേ ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ്. യു ക്യാൻ ഹാവ് വേരിയബിൾ ഡിക്ലറേഷൻ, ദെൻ എക്സ്പ്രഷൻസ്. സോ നമ്മൾ ഇൻറ്റ് എ, ഇൻറ്റ് ബി, അതൊക്കെ എയും ബിയും ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ്. ദെൻ ഇൻറ്റ് എ ഈക്വൽ ടു 3 എന്ന് പറയുമ്പം എന് 3 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാണ്. സോ യു ഹാവ് വേരിയബിൾസ്, എക്സ്പ്രഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെ ഡിക്ലറേഷൻ വരുന്നതിനാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. ആൻഡ് ഓൾസോ യു നോ എവറി സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് വിത്ത് സെമിക്കോളൻ. So you can see a compound statement here, that is a group of statements which is enclosed in curly braces. ആ ഫോർമാറ്റ് നോക്കിയാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് 1 കഴിഞ്ഞിട്ടൊരു സെമിക്കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് 2 കഴിഞ്ഞിട്ടൊരു സെമിക്കോളൻ, ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 3 കഴിഞ്ഞിട്ടൊരു സെമിക്കോളൻ. സോ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ 1 സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു, പ്രൊവൈഡഡ് ദേ ആർ എൻക്ലോസ്ഡ് ഇൻസൈഡ് എ കേർലി ബ്രേസസ്. അങ്ങനെ വരുമ്പോഴാണ് വി കോൾ ഇറ്റ് ആസ് എ compound statement. You can see an example down there, that is curly bracket തുറന്നിട്ട് int a comma b, that is a and b is being declared as integer and c equal to a plus b. So a ൻ്റെയും b ൻ്റെയും സമ്മ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് സിയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. സോ ദേ ആർ എൻക്ലോസ്ഡ് ഇൻ curly bracket, hence it is a compound statement. Next you can see what is declaration statements. Declaration statements എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമുക്ക് എന്തെങ്കിലും വാല്യൂസും വേരിയബിൾസ് ഒക്കെ ഡിഫൈൻ ചെയ്യാനാണ് വി യൂസ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് ഈസ് ഇൻറ്റ് എ, ഫ്ലോട്ട് ബി, ഇൻറ്റ് ബി, ദെൻ ക്യാരക്ടർ, നെയിം, അഡ്രസ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എൻഡിങ് വിത്ത് സെമിക്കോളൻ. സോ അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും നമ്മൾ ഓരോ ഡാറ്റ ടൈപ്സ് വെച്ചിട്ട് ഓരോ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പം ദേ ആർ കോൾഡ് ആസ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. നൗ യു ക്യാൻ study what is input and output streams. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീംസ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈബ്രറീസ് ആണ്. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ ഹാഷ് ഇൻക്ലൂഡ് iostream.h അല്ലെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് std.io.h. സോ ഇതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമാണ്. ഈ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ദേ ബേസിക്കലി പ്രൊവൈഡ് us മെനി വേസ് ഫോർ പെർഫോമിങ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണെങ്കിൽ നമ്മൾ മാത്സിൻ്റെ ഹെഡ് ഓഫ് ഫയലും ലൈബ്രറീസും കൊണ്ടുവരണം. അത് കൂടാണ്ട് ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഇൻക്ലൂഡ് ദിസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീം. സോ C++ൽ എങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ബൈറ്റ്സും നമ്മൾ ഓരോ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പം അതിനൊക്കെ ഓരോ ബൈറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണെങ്കിൽ ഇത്ര ബൈറ്റ്, ഫ്ലോട്ട് ആണെങ്കിൽ ഇത്ര ബൈറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഏത് ഡാറ്റയെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ എ ഒരു മെമ്മറിയിൽ ഒരു സൈസ് എടുക്കും. സോ ആ സൈസ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ബൈറ്റ്സ്. സോ ആ ബൈറ്റ്സിനെ വെച്ച് നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനൊക്കെയാണ് നമ്മൾ സ്ട്രീംസ് എന്ന് പറയുക. സോ യു ഹാവ് ഇൻപുട്ട് സ്ട്രീം ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീം. ഇൻപുട്ട് സ്ട്രീം മീൻസ് വെൻ വി ആർ ഡൂയിങ് സം ഓപ്പറേഷൻ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ഡാറ്റ ഇസ് ഫ്രം ദ ഡിവൈസ് ടു ദ മെയിൻ മെമ്മറി. അതായത് ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇൻ ബൈറ്റ്സ്. അപ്പോൾ ആ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ബൈറ്റ്സ് ഫ്രം ദ ഡിവൈസ് ടു ദ മെയിൻ മെമ്മറി, ആ ഒരു ഫ്ലോനെയാണ് വി കോൾ ഇറ്റ് ആസ് ഇൻപുട്ട്. ആ സ്ട്രീമിൽ അത് ഫോക്കസ് ചെയ്യുമ്പം യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഇൻപുട്ട്. സോ ഇപ്പോൾ നമ്മൾ കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ മൗസിലൊരു ക്ലിക്ക് ചെയ്യുന്നു. സോ അവിടെയൊക്കെ എന്തോ ഒരു ആക്ഷൻ ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ അതിനൊക്കെ മെമ്മറിയിൽ സൈസ് ഉണ്ട്, ആ സൈസിന് ബൈറ്റ്സ് ആണ്, ഇൻ ദ ഫോം ഓഫ് ബൈറ്റ്സ്. you already know 1 byte is equal to 8 bits. സോ ആ ബൈറ്റ് ഫോമിലാണ് ഡാറ്റാസ് സേവ് ചെയ്യുന്നത്. സോ ആ ഡാറ്റേൻ്റെ ഡയറക്ഷനെയാണ്
നമ്മൾ ഇൻപുട്ട് സ്ട്രീം എന്ന് പറയാം. ദെൻ ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസിലോട്ടേക്ക് വരുന്നത്, ദാറ്റ് ഈസ് ഫ്രം ദ മെയിൻ മെമ്മറി ടു ദ ഔട്ട്പുട്ട് ഡിവൈസ് വി ഗെറ്റ്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂസറിന് ഔട്ട്പുട്ട് കാണാൻ പറ്റുന്ന ഇപ്പോൾ സ്ക്രീന്, പിന്നെ പ്രിൻറ്റർ, ഇതൊക്കെ നമുക്ക് ഇങ്ങോട്ട് തരുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇങ്ങനെ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ബൈറ്റ്സ് ഇസ് ഫ്രം ദ മെയിൻ മെമ്മറി ടു ദ ഡിവൈസ്, ദാറ്റ് ഇസ് എ ഡിസ്പ്ലേ സ്ക്രീൻ. ദെൻ ദിസ് ഇസ് കോൾഡ് ആസ് ഔട്ട്പുട്ട് സ്ട്രീം. സോ ഇതാണ് ബേസിക്കലി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്ട്രീം. ഇനി അതിൽ തന്നെ വരുന്നതാണ് ഹെഡർ ഫയൽസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ C++ ഫോർ ദി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. ഹെഡർ ഫയൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ ഫസ്റ്റ് തന്നെ കൊടുക്കും IOStream.h, ദെൻ FStream.h, stdio.h. സോ അങ്ങനെ കുറേ ഹെഡർ ഫയൽസ് ഉണ്ട്. അതിന് ഓരോന്നും ഓരോ പ്രത്യേകതയാണ്. ഇപ്പം നിങ്ങൾ ബേസിക്കായിട്ട് ഈ 3 പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് IOStream, IOmanip ആൻഡ് FStream. ഈ IOStream എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഫെമിലറൈസ് ആവാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദിസ് ലൈബ്രറി. ആൻഡ് ദിസ് ഹെഡർ ഫയൽ ബേസിക്കലി കണ്ടെയ്ൻസ് ദ definitions we are giving, that is the C-in, C-out, C-error. അതൊക്കെ C-in, C-out, C-error ഒക്കെ നിങ്ങൾ ഫെമിലറൈസ്ഡ് ആണ്. ഒന്നും കൂടി അത് പറഞ്ഞു തരും നെക്സ്റ്റ് അപ്കമിങ് സെഷനിൽ അതുണ്ട്. സോ IOStream is basically they stand for standard input output stream. അതിനാണ് IOStream യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വി ഷുഡ് ഇൻക്ലൂഡ് ദിസ് IOStream.h. നെക്സ്റ്റ് വരുന്നത് IOmanip ആണ്. IOmanip means it stands for the manipulations that we are performing in the program, that is input output manipulators. സോ ഈ മെത്തേഡ് നമ്മൾ ഈ ഫയൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ അവർ സ്ട്രീം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് എ ഡെഫിനിഷൻസ് ഓഫ് സെറ്റിംഗ് സംതിങ്, ദാറ്റ് ഈസ് യു ക്യാൻ സെറ്റ് എ വേർഡ്, യു ക്യാൻ സെറ്റ് എ പ്രസിഷൻ, അതാണ് സെറ്റ് W, സെറ്റ് പ്രസിഷൻ, എക്സെട്ര. സോ ഇങ്ങനത്തെ ഓരോ ടേംസ് ഇപ്പോൾ നിങ്ങൾ ടേംസാണ് പഠിക്കുന്നത്. ഈ ടേംസൊക്കെ എങ്ങനെയാണ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ അപ്കമിങ് സെഷൻസിൽ പഠിക്കും. ആൻഡ് ദ തേർഡ് വൺ യു ഹാവ് ദ ഹെഡർ ഫയൽ ഇസ് ദ FStream. FStream എന്ന് പറയുന്നത് ഫയൽ സ്ട്രീം, അതായത് ഫയൽ എങ്ങനെയാണ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പം നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ ഫയലിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്നത്. സോ നിങ്ങൾ ആദ്യം ഫയൽ ഓപ്പൺ ചെയ്യണം, ഡാറ്റ റീഡ് ചെയ്തതിന് ശേഷം ഫയൽ ക്ലോസ് ചെയ്യണം. സോ അങ്ങനെ ഫയൽ ഓപ്പറേഷൻസ് വരുമ്പോൾ യു ഷുഡ് ഇൻക്ലൂഡ് ദിസ് ആസ് യുവർ ഹെഡർ ഫയൽ, ദാറ്റ് ഈസ് FStream.h. അപ്പോൾ ഈ ഫയൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഡാറ്റ റീഡ് ചെയ്യാം, അതുപോലെ തന്നെ ഡാറ്റ നിങ്ങൾക്ക് ഫയലിലേക്ക് റൈറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാം. ബട്ട് ഫയൽ തുറക്കുന്നതിൽ തന്നെ കുറേ ആക്സസ് ഉണ്ട്. ഇപ്പം എല്ലാവരുടെയും ഫയൽ ബാക്കി എല്ലാവർക്കും ഓപ്പൺ ആവണമെന്നില്ല. സോ അവിടെ നമ്മൾ പെർമിഷൻസും കൂടി ആഡ് ചെയ്യണം. അത് നിങ്ങൾ ഫയലിൻ്റെ പ്രോഗ്രാമിൽ പഠിക്കും. So here in this section you will be studying 2 keywords, that is cout and cin. So cinനും coutഉം ബേസിക്കലി ഇൻപുട്ട് എടുക്കാനും ഇൻപുട്ട് എടുത്ത് ഇൻപുട്ട് പിന്നെ ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഈ cin, cout ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലും കൂടിയാണ് IOStream.h, that will be included in our program. So you can see this section, the standard output stream, that is cout. Cout എന്ന് പറയുന്നത് നമ്മൾ ആൻസർ എല്ലാ വാല്യൂസ് ഒക്കെ കൊടുത്ത് റിസൾട്ട് എല്ലാം കഴിഞ്ഞ് നമുക്ക് ആ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യണം. നമ്മുടെ സ്ക്രീനിൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ആ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് വി ആർ യൂസിങ് ദിസ് cout. സോ ഈ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ cout എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ്സിൻ്റെയാണ്. അതായത് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് IOStream.h എന്നല്ലേ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. അപ്പോൾ ഇൻപുട്ട് സ്ട്രീമിൽ വരുന്നതാണ് C-in, ഔട്ട്പുട്ട് സ്ട്രീമിൽ വരുന്നതാണ് C-out. So C-out is basically it is used to produce the output on the standard output device, which is usually നമ്മുടെ മോണിറ്റർ, നമ്മുടെ ഡിസ്പ്ലേ സ്ക്രീനൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. So you can see here a sample program, hash include IOStream.h, then using namespace std in the main, that is inside the function main, you are just declaring cout, then you have a less than operator. This is a sample program. So less than operator ആണ് നമ്മൾ cout വെച്ച് വരുമ്പോൾ യൂസ് ചെയ്യുക. cin വരുമ്പോൾ നമ്മൾ greater than അങ്ങനെ രണ്ട് സൈഡ് ആ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക. സോ ദിസ് ഇസ് ദ ഇൻസർഷൻ ഓപ്പറേറ്റർ. സോ ദിസ് ഇസ് എ സാമ്പിൾ പ്രോഗ്രാം എന്നുള്ള ആ സെൻറ്റൻസ് ആണ്, ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ coutൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. സോ വെൻ യു ആർ റണ്ണിങ് ദിസ് പർട്ടിക്കുലർ പീസ് ഓഫ് പ്രോഗ്രാം യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ആസ് ദിസ് ഇസ് ദ സാമ്പിൾ പ്രോഗ്രാം ദാറ്റ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ ദ ഡൗൺ പാർട്ട്. ഓക്കെ, ഇതാണ് അതിൽ വരുന്ന ഔട്ട്പുട്ട്. എല്ലായിടത്തും നിങ്ങൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ സെമിക്കോളം കൊടുക്കണം, എന്നാലേ പ്രോഗ്രാം റൺ ആവത്തുള്ളൂ. ദെൻ so this is the explanation. You have the insertion operator and the output stream is cout. പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീം, ദാറ്റ് ഇസ് C-in. C-inനും സെയിം അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ട് യൂസറിൻ്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യാൻ
ഇപ്പം എൻ്റർ എ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ കീബോർഡിൽ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുന്നു. സോ ആ നമ്പർ റീഡ് ചെയ്യാനും അതിന് മെമ്മറി സൈസ് കൊടുക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് വി യൂസ് ദ സി ഇൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. സോ അവിടെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ കാണാം, you have inside the main you have int age, that is a declaration statement where age is declared as an integer, and then you have cout, the insertion operator, enter your age. So അത് യൂസറിന് കാണുന്ന ഡിസ്പ്ലേ ബോക്സിൽ ഉണ്ടാവുന്ന സാധനമാണ്. then cin age, cin the extraction operator, അതായത് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ ഏജ്. സോ ഏജ് എന്ന് അറിയുന്ന അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇൻറ്റീജർ ആയിട്ടാണ്. സോ നമുക്ക് ഏജ് ഒരു ഇൻറ്റീജർ വാല്യൂ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം ആ ഏജിൻ്റെ വാല്യൂ എക്സ്ട്രാക്ട് ചെയ്തിട്ട് മെമ്മറിയിൽ സേവ് ചെയ്യും. അതിനാണ് നമ്മൾ സി ഇൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ കാണാം എൻ്റർ യുവർ ഏജ് എന്ന് പറഞ്ഞൊരു ഇത് വരും. സോ നിങ്ങളവിടെ എൻ്റർ ഏജ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ യുവർ ഏജസ്, ആ ഏജ് മേലെ നമ്മൾ കൊടുത്ത ഏജ് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യും. Then the third one you have the unbuffered standard error stream. ഇതായത് നമുക്കൊരു എറർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എറർ ഡിസ്പ്ലേ ചെയ്യാൻ അൺബഫേർഡ് ആയിട്ടുള്ള, അതായത് ഒരു മെമ്മറി ഒന്നും സ്റ്റോർ ചെയ്യാണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് എറർ പെട്ടെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു എറർ സ്ട്രീമാണ് വിച്ച് ഇസ് ബേസിക്കലി യൂസ് ടു ഔട്ട്പുട്ട് ദ എറേഴ്സ്. സോ ദിസ് ആൻഡ് ഓൾസോ നമുക്ക് ഓ സ്ട്രീം, അതായത് നമ്മുടെ ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ്സിലെ ഒരു ഇൻസ്റ്റൻസ് സയൻസ് നമുക്ക് പറയാം. കാരണം ഈ എറർ മെസ്സേജ് നമുക്ക് യൂസറിന് ഇങ്ങോട്ട് തരുന്നതാണ്, ഡിസ്പ്ലേ ചെയ്യുവാണ്. സോ ആസ് എ റിസൾട്ട് ദിസ് ഓൾസോ കംസ് അണ്ടർ ദ ഓ സ്ട്രീം ക്ലാസ്. സോ ഈ സി എറർ എന്ന് പറയുന്നത് വിച്ച് ഇസ് അൺബഫേർഡ്. സോ വെൻ വി ആർ യൂസിങ് ദിസ് വി നീഡ് ടു ഡിസ്പ്ലേ ദ എറർ മെസ്സേജ് ഇമീഡിയറ്റ്ലി ആയിട്ട് നമുക്ക് എറർ മെസ്സേജ് കാണിക്കണം, പ്രൊവൈഡഡ് വി ആർ നോട്ട് യൂസിങ് എനി ബഫർ. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് യു ക്യാൻ യൂസ് ദ സി എറർ. അപ്പോൾ അതിൻ്റെ കോഡ് ഇവിടെ കാണാം. മെയിനിൻ്റെ അകത്ത് യു ആർ യൂസിങ് സി എറർ വിത്ത് ദ ഇൻസേർഷൻ ഓപ്പറേറ്റർ ആൻഡ് എറർ ഒക്കേർഡ്. സോ വെൻ യു ആർ റണ്ണിങ് ദിസ് പീസ് ഓഫ് കോഡ് യുവർ ഔട്ട്പുട്ട് വിൽ ബി ആൻ എറർ ഒക്കേർഡ്. സോ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്രോഗ്രാംസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. And the last you have the buffered standard error stream, that is clog. നേരത്തെ സി എറർ ആയിരുന്നു, ഇപ്പം ക്ലോഗ് ആയിരുന്നു, അല്ലെങ്കിൽ സി ലോഗ് എന്നും പറയാം. സോ ഇതെന്ന് പറയുന്നത് നമുക്ക് ബഫർ യൂസ് ചെയ്തിട്ട് നമ്മൾ എറർ കാണിക്കുന്നു. നേരത്തെ നമ്മൾ ഒരു സ്റ്റോറേജ് മെക്കാനിസവും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. സി എററിൽ വി ആർ നോട്ട് യൂസിങ് എനി സ്റ്റോറേജ് മെക്കാനിസം, ബട്ട് ഇൻ ദിസ് കണ്ടീഷൻ ദാറ്റ് ഇസ് ഇൻ സി ലോഗ് വി ആർ യൂസിങ് സം sort of storage mechanism, that is a buffer, and it is stored in that buffer until some sort of condition is not fully met. So ഇവിടെ നിങ്ങൾക്ക് പീസ് ഓഫ് കോഡിൽ കാണാം, ഇൻറ്റ് മെയിനിൻ്റെ അകത്ത്, മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത്, ക്ലോഗിൻ്റെ അകത്ത് യു ക്യാൻ സി an error occurred. So when you are running this particular piece of code your output will be an error occurred. So ഈ കേസിൽ നമ്മളൊരു ബഫർ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബഫർ എന്ന് പറയുമ്പോൾ അതൊരു സെപ്പറേറ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അതായത് നമ്മളിപ്പം പെർമനൻറ്റ് സ്റ്റോറേജ് എന്നല്ല, ജസ്റ്റ് ആ ടൈം നമ്മൾ ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ദിസ് പർട്ടിക്കുലർ ബഫർ. സോ ആ ബഫറിൽ വേണ്ടി നമുക്ക് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുമ്പോഴാണ് ഈ എറർ മെസ്സേജ് ഇമ്മീഡിയറ്റ്ലി കാണിക്കുക. സോ സി എററും ക്ലോഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സി എററിൽ ബഫർ ഇല്ല, ക്ലോഗിൽ ബഫർ ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ബഫറിൽ ഇൻസേർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എറർ മെസ്സേജ് ക്ലോഗിൽ കാണിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ ബേസിക്. നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചു, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താ പഠിച്ചു, അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ വരുന്ന ക്ലാസ്സസും അതുപോലെ എഫ് സ്ട്രീം, IO സ്ട്രീം, അങ്ങനത്തെ കുറേ ഹെഡ് ഓഫ് ഫയൽസ് അതൊക്കെ പഠിച്ചു. സോ ദിസ് ഈസ് ബേസിക്കലി ദിസ് പർട്ടിക്കുലർ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും ദെൻ അതിൽ വരുന്ന ഇഫ് എൽസ്, സ്വിച്ച്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ സെലക്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ ദാറ്റ് വി വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.